ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പിയർ ഗ്രൂപ്പുകളിൽ നിന്നാണ്. അഥവാ സമപ്രായക്കാരായ മറ്റു കുട്ടികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പഠിക്കുന്നുണ്ട്. സാധാരണ ഇന്ന് പല വീടുകളിലും കാണുന്ന ഒരു സമ്പ്രദായം, ചെറിയ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയാണ് രക്ഷിതാക്കൾ തൻ്റെ മക്കളെ വളർത്തുന്നത്. അവർക്ക് പുറത്തു പോകാനോ വെയിൽ കൊള്ളാനോ അല്ലെങ്കിൽ മണ്ണിൽ കളിക്കാനോ സമപ്രായക്കാരൊത്ത് ഒരുപാട് രസിച്ച് കളിക്കാനോ അതിലൂടെ ബന്ധങ്ങൾ ഉണ്ടാക്കാനുമുള്ള അവസരങ്ങൾ പലപ്പോഴും ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു പഴയ കാലത്തേക്ക് ഒരു ഫ്ലാഷ് ബാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് എത്രമാത്രം കളിച്ചവരാണ് നമ്മൾ. എത്രമാത്രം അയലത്തെ വീട്ടിലെ കുട്ടികളൊക്കെ കൂടി പല രീതിയിലുള്ള കളികൾ അന്ന് കുടുംബം ഒരു അച്ഛനും അമ്മയും മക്കളുമായിട്ട് കളിക്കുന്നു. അതിൽ കച്ചവടക്കാരൻ, അപ്പോൾ അച്ഛനും അമ്മയായി കളിക്കും. കൂട്ടത്തിൽ ചില ആളുകൾ കച്ചവടക്കാരാകും. അപ്പോൾ അച്ഛൻ മകനെ കടയിലേക്ക് പറഞ്ഞയക്കുന്നു. മകൻ കടയിൽ പോയി സാധനം വാങ്ങുന്നു. അവർ അപ്പം ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് വിളമ്പി കൊടുക്കുന്നു. അതിനു വേണ്ടി തൊട്ടടുത്തുള്ള കാടുകളിൽ പോയി നല്ല ഇലകൾ പറിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ വളരെ വളരെ രസകരമായ കളികൾ അന്നത്തെ കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ കളിച്ചിരുന്നു. അതേപോലെ തന്നെ പണ്ടത്തെ കുറേ പാട്ടുകളൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ടാകും. പൂ പറിക്കാൻ പോരുന്നോ ആദിരാവിയിലെ, ആരാ നിങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില പാട്ടുകളൊക്കെ പാടി കൂട്ടം കൂടി കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രസിച്ച് കളിച്ച് വളർന്ന ഒരു കാലഘട്ടം. അങ്ങനെ കളിച്ചതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കുട്ടികൾ തമ്മിൽ വളരെ വലിയ ആത്മബന്ധവും അതേപോലെ തന്നെ പല ഷെയറിങ്ങുകളും ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യമൊക്കെ അത്തരം ഇടപെടലുകളിലൂടെ കുട്ടികൾ പഠിച്ചിരുന്നു. എന്നാൽ ഇന്ന് തൻ്റെ മക്കളെ വെയിൽ കൊള്ളുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ അപകടങ്ങൾ വരുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ അലർജി വരുമെന്ന് പേടിച്ച് പുറത്ത് വിടാതെ പിയർ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷന് ഇല്ലാത്ത വളർത്തുന്ന രക്ഷിതാക്കൾ ഓർക്കേണ്ടത് അവരൊരു ഇൻട്രോവേഴ്സി എന്ന് പറയും. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ടായി ഒരു കുട്ടി മാറുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയുടെ മനസ്സ് എപ്പോഴും തിളച്ച് മറിയുന്നുണ്ടാകും. അവൻ്റെ മനസ്സിലുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അടുത്തിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൗമാരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ, ഇൻട്രോവേർട്ടായ കുട്ടിയെടുത്തിട്ട് കുട്ടിയെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ആരോടും സംസാരിക്കാതിരിക്കുമ്പോൾ കുട്ടിയോട് തൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ആ കുട്ടീനോട് ഞാൻ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വെറുതെ അവൻ്റെ മൊബൈൽ പരിശോധിക്കാൻ വേണ്ടി അവൻ്റെ സമ്മതത്തോടു കൂടി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിൽ നമുക്ക് ആരും കാണാൻ വെറുക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ആ മൊബൈലിൽ നിന്നും അന്ന് കാണാനിടയായി. കാരണം പുറമേ ആരോടും സംസാരിക്കാത്ത, പുറമേ ആരോടും ഒന്നിലും ഇടപെടാത്ത കുട്ടികൾ ഉള്ളു തിളച്ച് മറിയുന്നുണ്ടാകും. എപ്പോഴും നല്ല കുട്ടികളെന്ന് പറയുന്നത് എല്ലാവരുമായി ഇടപെട്ട് എല്ലാവരുമായും സഹവാസം ഉണ്ടാക്കി പോകുന്ന വിദ്യാർത്ഥികളാണ് നല്ല വിദ്യാർത്ഥികളായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ മോണ്ടിസോറി പ്രിൻസിപ്പിൾ പ്രകാരം ഒരു കുട്ടി കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷനിലൂടെയാണ്. അപ്പോൾ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മെറ്റീരിയൽ പ്രസൻറ്റേഷന് ആ കുട്ടിയുടെ പ്രസൻറ്റേഷൻ മറ്റൊരാൾ കണ്ടിട്ടാണ് ആ മറ്റേ കുട്ടി എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് റൂമിൽ ടീച്ചർ വലിയ ഒരു റോള് വഹിക്കുന്നില്ല. അവിടെ വഹിക്കുന്നത് പിയർ ഗ്രൂപ്പുകളാണ്. അപ്പോൾ മോണ്ടിസോറി മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. മീൻസ് ലേണിംഗ് വിത്ത് ആൻഡ് ഫ്രം പിയേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന വലിയൊരു തത്വം മറിയ മോണ്ടിസോറി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കണമെന്ന, അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന ഒരു സന്ദേശം കൂടി മോണ്ടിസോറി
പഠനത്തിലൂടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഭാഗമായി കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം.